പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം നിലനിൽക്കും തന്നെ. ആമീൻ. മഹത്വത്തിൻ്റെ ഉടയവനായവൻ മഹത്വ പ്രത്യക്ഷതയിലേക്ക് ഉണ്മയായി നമ്മുടെ മുമ്പിലേക്ക് അവതരിച്ചതായ ഈ സുദിനത്തിൽ പുതുവർഷത്തിൻ്റെ ലഹരി മനുഷ്യരിലേക്ക് പടരുന്ന ഒരു കാലഘട്ടത്തിൽ തൻ്റെ രക്ഷയെ കാക്ഷിക്കുന്നവർക്ക് സകലർക്കും പ്രത്യാശയുടെ വെളിച്ചമായി തീരുവാൻ തക്കവണ്ണം പ്രകാശപൈതലായി ഉദിച്ചവൻ പുതുവർഷത്തേക്ക് നമ്മെ ആനയിക്കുകയും വിളിക്കുകയും ചെയ്യുന്നതായ നാളുകളാണിത്. ഒരു അനുഗ്രഹത്തിൻ്റെ പുതുവർഷമായി തീരുവാൻ തക്കവണ്ണം നമ്മെ ക്രമപ്പെടുത്തുവാനും നമ്മെ നടത്തിയ ദൈവത്തെ നമ്മുടെ വഴികളിലൊക്കെയും പ്രത്യാശയോടും പ്രതീക്ഷയോടും കൂടെ നമ്മുടെ ജീവനായി വെച്ച് പുലർത്തുവാനുമുള്ളതായ അനുഭവത്തെ ഈ പുതുവർഷം നമുക്ക് നൽകുകയാണ്. നമുക്ക് ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സർവശക്തൻ്റെ നിഴലിൽ വസിക്കുന്നവൻ ഭയപ്പെടുകയില്ല എന്ന സ്വർഗീയ വചനപ്രകാരം ഇരുളിലും അന്ധതമസിലും ഇരുന്നവർക്ക് ദിവ്യ വെളിച്ചം ഉദിച്ചു എന്ന് ലൂക്കോസ് എവങ്കലിസ്തൻ ഓർപ്പിക്കുന്ന പോലെ നമ്മുടെ അന്ധകാരം മാറ്റുവാനും പുതുപ്രകാശത്തിൻ്റെ ലഹരിയും ആനന്ദവും നമ്മുടെ ജീവിത ദിശകളിൽ നമ്മുടെ ദിനങ്ങളിൽ പുലർത്തുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിക്കാം. ഏതെല്ലാം സഹനമാർഗങ്ങളിലൂടെ നമ്മുടെ ജീവിതയാത്രയെ നമ്മൾ നയിച്ചുവോ അതൊക്കെ മായ്ക്കപ്പെടുകയല്ല. അതിലൊക്കെയും ജീവനും രക്ഷയുമുണ്ടെന്നുള്ളതായ വാഗ്ദത്തം, ആ സ്വർഗീയ സന്ദേശം ശ്രവിപ്പാൻ തക്കവണ്ണം നമുക്ക് നമ്മുടെ കാതുകളെ ഉറപ്പിക്കാം, ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. അത്യുന്നതൻ തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ഒരു നാളായി ഈ പുതുവർഷം നമ്മുടെ ജീവിതത്തിലേക്ക് ക്രമപ്പെടുത്തുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കുമെന്ന് ജോഷുവ പ്രവാചകൻ പറഞ്ഞതുപോലെ ഈ പുതുവർഷത്തിൽ നമ്മുടെ തടസ്സമായി നിന്ന സർവ്വത്തെയും നീക്കുവാനും പുതുപ്രകാശത്തിൻ്റെ സ്വർഗീയ സന്തോഷം നമ്മുടെ ഭവനങ്ങളിൽ മാറ്റൊരുക്കൊള്ളുവാനും ദിവ്യനക്ഷത്രമായി ഉദിച്ചവൻ നമ്മുടെ ഭവനങ്ങളിൽ വസിക്കുവാനും പുതുവർഷത്തിൽ നമുക്ക് ലഹരിയുടെ ദിനങ്ങളായിരിക്കാൻ പരിശുദ്ധാത്മാവാൻ ദൈവം സഹായിക്കട്ടെ. അത് ആധ്യാത്മികതയുടെയും നന്മയുടെയും ലഹരിയായി ഭവിക്കണം. ജീർണതയുടെയും അശുദ്ധിയുടെയും ഒക്കെയും നാളുകളെ നമ്മളിൽ നിന്ന് തള്ളിക്കളയുവാൻ തക്കവണ്ണം നമുക്കിടയാകണം. നമ്മുടെ കാലുകളെ മേച്ചിൽപ്പുറങ്ങളിൽ വഴി നടത്തുന്ന ദൈവ സാന്നിധ്യം കൃപയായി നമ്മെ ചേർത്ത് പിടിക്കുവാൻ, തുണയായിരിക്കാൻ തൻ്റെ പരിശുദ്ധ കുരിശിൻ്റെ മുമ്പിൽ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അതിന് ബലപ്പെടുത്തട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് വാക്കുകളെ ഉപസംഹരിക്കുന്നു. നമ്മെ എല്ലാവരും തമ്പുരാൻ കാത്തു പരിപാലിക്കുമാറാകട്ടെ.